ഞാൻ തെരഞ്ഞെടുപ്പിന് മുമ്പും തെരഞ്ഞെടുപ്പിന് ശേഷവും സഖാവ് പിണറായി വിജയന്റെ പാർട്ടിയിലെ സ്ഥാനം, ജനങ്ങളുടെ മനസ്സിലെ സ്ഥാനം എന്ത് എന്നൊന്ന് പരിശോധിക്കാം. അതിന് കാരണമുണ്ട്. ചില വോയിസുകൾ പ്രചരിക്കുന്നുണ്ട്. സഖാക്കളുടെ വോയിസ് തന്നെയാണ് എന്ന് സ്ഥിരീകരിക്കാവുന്ന ചില വോയിസുകൾ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് റിസൾട്ടിന് ശേഷം നിരാശാജനകമായി പലരും പല കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ കേൾക്കുമ്പോൾ സത്യത്തിൽ ഇപ്പോൾ പിണറായിയുടെ നിലനിൽപ്പ് എവിടെയാണ്, അല്ലെങ്കിൽ അത് എവിടെയാണ് നിൽക്കുന്നത് എന്ന് ചിന്തിക്കാതിരിക്കാൻ പറ്റുന്നില്ല. കുറച്ച് പിന്നോട്ട് പോയാൽ നമുക്കറിയാം, പണ്ട് സഖാവ് VS അച്യുതാനന്ദൻ, അദ്ദേഹത്തിൻ്റെ വത്സല ശിഷ്യനായിരുന്നു സഖാവ് പിണറായി വിജയൻ, വളരെ വിശ്വസ്തൻ. എന്നാൽ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ കണ്ടത് സഖാവ് VS അച്യുതാനന്ദനെ മലർത്തി അടിച്ചുകൊണ്ട് നേതൃസ്ഥാനത്തേക്ക് കയറി പോകുന്ന പിണറായി വിജയനെയാണ്. പിന്നീട് അദ്ദേഹത്തിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഏതാണ്ട് 10-25 വർഷമായിട്ട് സഖാവ് പിണറായി വിജയൻ തന്നെയാണ് നേതൃത്വത്തിൽ, പാർട്ടി സെക്രട്ടറി ആയിട്ടും അതുപോലെ ഇപ്പോൾ 10 വർഷമായി മുഖ്യമന്ത്രിയായിട്ടും ഒക്കെ. ഇതിനിടയിൽ VS മുഖ്യമന്ത്രിയായി വന്നുപോയി. അതുപോലെ മറ്റു പല നേതാക്കന്മാരും ശബ്ദമായി, CPM-ന്റെ ശബ്ദമായി. കാര്യമൊക്കെ ശരി തന്നെയാണ്. പക്ഷെ അവിടെയൊക്കെ സഖാവ് പിണറായി വിജയൻ ഒരു ആജ്ഞാസ്രോതസ്സായി നിലകൊള്ളുന്നതാണ് പിന്നെ നമ്മൾ കണ്ടത്. എവിടെയും അത് തന്നെ, അദ്ദേഹം തീരുമാനിക്കും, അത് മറ്റുള്ളവർ നടപ്പിലാക്കും. ജയരാജൻ അടക്കമുള്ള വലിയ നേതാക്കൾ, നല്ല ശക്തിയും പവറുമുള്ള ഒരുപാട് നേതാക്കന്മാരുണ്ട്. ആ നേതാക്കന്മാർക്ക് പോലും സഖാവ് പിണറായി വിജയന്റെ ആ ഒരു വോയിസിന് മുന്നിൽ മുട്ടുമടക്കുന്ന, പത്തി മടക്കിയിരിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. പിന്നീട് മറ്റുള്ള തോമസ് ഐസക്കിനെ പോലെയുള്ള സൂത്രശാലികളും മറ്റുള്ളവരുമെല്ലാം അതൊക്കെ കഴിഞ്ഞ ഒരു 5 വർഷത്തിൽ നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ 5 വർഷത്തിൽ അവർ, ശ്രീമതി ടീച്ചർ, അതുപോലെ മറ്റു പലരും, വിദ്യാഭ്യാസ മന്ത്രി അടക്കമുള്ള മുഴുവൻ ആൾക്കാരും, കഴിവ് തെളിയിച്ചവരും കഴിവ് പ്രകടിപ്പിക്കാൻ ശ്രമിച്ചവരുമായിട്ടുള്ള വലിയൊരു പട കഴിഞ്ഞ മന്ത്രിസഭയുടെ കാലത്തുണ്ടായിരുന്നു, CPM-ന്റെ നേതൃത്വത്തിലുണ്ടായിരുന്നു, 1ാം പിണറായി സർക്കാരിന്റെ കാലത്തുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ 2ാം പിണറായി സർക്കാർ വന്നപ്പോഴാണ് പിണറായി വിജയൻ വിശ്വരൂപം എടുത്തത്. 1ാം പിണറായി സർക്കാരിന്റെ അവസാന കാലം മുതൽ കിറ്റ് കൊടുത്ത് വോട്ട് പെട്ടിയിലാക്കിയതിന് ശേഷമുള്ള ആ ഒരു സമയത്തിന് ശേഷം പിന്നീട് ഈ 2ാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ആ സമയം മുതൽ തികച്ചും ജനദ്രോഹപരമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു നടത്തിയിരുന്നത് എന്ന് നേതാക്കന്മാർക്കും അതുപോലെ ജനങ്ങൾക്കും അറിയാഞ്ഞിട്ടല്ല, അവർക്ക് പറയാൻ ധൈര്യമില്ലായിരുന്നു എന്നതാണ് ശരി. എന്നാൽ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കഥ മാറി. പല ഭാഗത്തു നിന്നും ഈ പാർട്ടിയുടെ സ്നേഹമുള്ളവർ, CPM എന്ന് പറയുന്ന പാർട്ടിയുടെ സ്നേഹമുള്ളവർ, ഈ പാർട്ടിയെ രക്ഷിക്കാനെങ്കിലും ഈ സഖാവ് പിണറായി വിജയൻ എന്നൊരു വ്യക്തി ഇന്നൊരു ബുദ്ധിമുട്ടാണ്, അദ്ദേഹം പാർട്ടിക്ക് ഒരു ബാധ്യതയാണ് എന്ന് പറയാൻ തുടങ്ങിയിരിക്കുന്നു. പാർട്ടിയിലെ ഒരു ഏകാധിപതിയാണ്. ആ ഏകാധിപതി എന്ന നിലയിൽ അദ്ദേഹം എടുക്കുന്ന ഡിസിഷനുകൾ മറ്റുള്ളവർ അംഗീകരിക്കണം എന്ന ഒരു നിലപാട് ഈ അടുത്ത കാലത്തായിട്ട് കുറച്ച് കൂടുതലുമാണ്. അത് ഏറ്റവും അധികം പ്രകടമായത് നവകേരള സദസ്സിന്റെ കാലത്തിനും ഏകദേശം 1 വർഷം മുമ്പ് മുതലാണ് ഇങ്ങോട്ട്. അത് പല സ്ഥലത്തും പല വേദികളിലും, അത് ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ വേദിയിലായാലും അവിടെ നിന്ന് ഇങ്ങോട്ട് മറ്റു പല വേദിയിലായാലും അദ്ദേഹം വിശിഷ്ട വ്യക്തിയായി മറ്റുള്ളവരെ ആദരിക്കാനും മറ്റുള്ളവരെ പരിഗണിക്കാനും ഒക്കെ നിശ്ചയിച്ചിട്ടുള്ള വേദികളിൽ പോലും ഒരു ഗുണ്ടയെ പോലെ പെരുമാറുന്നത് കാസർകോട്ടത്തെ കാഞ്ഞങ്ങാട്ടത്തെ സംഭവത്തോടുകൂടി നമ്മൾ കണ്ടതാണ്. അതായത് ഒരു സഹിഷ്ണുതയുടെ ഒരു പദം പറയാൻ അറിയാത്തൊരു സാഹചര്യമുണ്ട്. അത് പൊതുജനങ്ങളോടും നേതാക്കളോടും എല്ലാവരോടും ഒരുപോലെ പെരുമാറിയപ്പോൾ ജനങ്ങൾ സ്വാഭാവികമായും വെറുത്തത് പിണറായി വിജയൻ എന്നൊരു വ്യക്തിയല്ല, ഒരു പാർട്ടിയെ തന്നെയാണ്. ആ പാർട്ടി ആയതുകൊണ്ട് തന്നെ ജനം പ്രതികരിച്ചു എന്ന് പറയാതിരിക്കാൻ വയ്യ. ജനത്തിന് പ്രതികരിക്കണമല്ലോ. കാര്യം ഇന്നും CPM എന്ന് പറയുന്ന ആ ഒരു പാർട്ടിയെ സ്നേഹിക്കുന്നവർ, CPM-ന്റെ ജനകീയ മുഖം കൊണ്ടു നടക്കുന്നവർ, പാർട്ടിയെ നെഞ്ചോട് ചേർത്ത് നിൽക്കുന്നവർ ഒക്കെ അതാണ് ആഗ്രഹിക്കുന്നത്, പാർട്ടി സ്നേഹിക്കുന്നത് കൊണ്ട് തന്നെയാണ്. പക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ പാർട്ടി ഗ്രാമങ്ങളിൽ പോലും, അതായത് പാർട്ടിയുടെ വോട്ടുകൾ മാത്രം വരുന്ന ഗ്രാമങ്ങളിൽ പോലും പലപ്പോഴും അവിടെ UDF-ന്റെ സ്ഥാനാർത്ഥി വോട്ട് ചോദിക്കാൻ വന്നില്ലെങ്കിൽ പോലും അവിടെ വന്നിട്ടുള്ള വോട്ടുകൾ കൈപ്പത്തിയിൽ വീണു എന്ന് പറയുമ്പോഴാണ് അതിൻ്റെ ഒരു ഭീകരത മനസ്സിലാകുന്നത്. CPM-നോട് ജനം എത്ര അകന്നു നിൽക്കുന്നു, അല്ലെങ്കിൽ പിണറായിയോട് ജനം എത്ര അകന്നു നിൽക്കുന്നു എന്ന് മനസ്സിലാകുന്നു. പല വോയിസുകളും പുറത്തു വരുന്നുണ്ട്, ഒരുപാട് വോയിസ് ക്ലിപ്പുകൾ പുറത്തു വരുന്നുണ്ട്. ഇനി നിങ്ങൾ കേൾക്കുന്നത് ഒരു വോയിസ് ക്ലിപ്പാണ്, ഒരു സഖാവിൻ്റെ രോദനമാണ്. അതായത് പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് ജനങ്ങളുടെ ഹൃദയത്തിലുണ്ടായിരുന്ന ഒരു പാർട്ടിയാണെന്നും ആ പാർട്ടിക്ക് ഇത്തരത്തിൽ ഒരു അപജയമുണ്ടായതിൽ അങ്ങേയറ്റം വേദനിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് അത് സംസാരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിന് ശരിക്കും മറുപടി വേണ്ടതാണ്. അതിൽ പല കാര്യങ്ങളും പറയുന്നുണ്ട്. അതിലൊന്നാണ് ഇവിടെ മന്ത്രിമാർ ഒരിക്കലും ശമ്പളം വേണ്ടാന്ന് വെക്കുന്നില്ല, അത് 1 മാസത്തെ ശമ്പളം വേണ്ടാന്ന് വെക്കുന്നില്ല. അതുപോലെ പേഴ്സണൽ സ്റ്റാഫുകളെ കുന്നുകൂട്ടുക, എത്രത്തോളം കൂട്ടാൻ പറ്റും അത്രത്തോളം കൂട്ടണം. ഈ സാമ്പത്തിക പ്രതിസന്ധിയുള്ള ഈ കാലത്തെ കാര്യം ഞാൻ പറയുന്നത്. എന്നിട്ട് അവർക്ക് ആനുകൂല്യങ്ങൾ അത് ഇത് അങ്ങനെ
ഇപ്പൊ എന്താ PSC അംഗങ്ങൾക്ക് 4 ലക്ഷം രൂപയ്ക്ക് മേലെ ശമ്പളം കൊടുക്കാൻ പോകും. കേരളത്തിന്റെ 4ഉം 5ഉം ഇരട്ടി ജനങ്ങളുള്ള വലിയ സംസ്ഥാനങ്ങളിൽ പോലും അവിടെ വെറും 4 പേരൊക്കെയാണ് ഉള്ളത്. ഇവിടെ 10-20-22 പേർക്ക് 4 ലക്ഷം രൂപ ശമ്പളം കൊടുക്കാൻ വേണ്ടി സ്വന്തം ഇഷ്ടക്കാരെ തിരികെ കയറ്റിയോടെ വച്ചേക്കണം. അതാണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ അതൊക്കെ ജനങ്ങൾ സംസാരിക്കുന്നുണ്ട്. സ്വന്തം പാർട്ടി അണികൾ തന്നെയാണ് സംസാരിക്കുന്നത് ഈ ധൂർത്തിനെ കുറിച്ച്, സ്വജനപക്ഷപാതത്തെ കുറിച്ച്, അതായത് സംസ്ഥാനത്തിന്റെ തകർച്ചയെക്കുറിച്ച്, അതിലുപരി കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന ഇടതുപക്ഷ പാർട്ടിയുടെ തകർച്ചയെക്കുറിച്ച്. ഏതായാലും നമുക്ക് ആ വോയിസ് ഒന്ന് കേൾക്കാം. പാർട്ടി പരിശോധിക്കണം. ഇപ്പോൾ അപ്പുറം ഇപ്പുറമെല്ലാം വെടിപെടുന്നുണ്ട്. നാണം കെട്ടിട്ട് നമ്മളിവിടെ സഹിച്ച് നിൽക്കുന്നത്. പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഇല്ലത്. നാളെ പുറത്തിറങ്ങാൻ കഴിയാം നമുക്ക്. ഇങ്ങനെ ഒരു തോൽവി ഉണ്ടാവുമോ? കഴിഞ്ഞ പ്രാവശ്യം ശബരിമല, പെരിയ, കൊൽക്കേസ്, രാഹുൽ ഗാന്ധി തരംഗം എന്നെല്ലാം പറഞ്ഞിട്ട് നിന്നു. ഇപ്പം എന്ത് തരംഗമില്ലത്? ഇപ്പം നമ്മുടെ മുഖ്യമന്ത്രി മക്കളുടെ കാര്യത്തിൽ തന്നെ നമുക്ക് ഈ തോൽവി സംഭവിക്കേണ്ടി വരും. ജനങ്ങൾക്കെല്ലാം അറിയുന്നുണ്ടല്ലോ ഇതെല്ലാം. മണ്ടന്മാരല്ല ജനങ്ങൾ. 10-15 മന്ത്രിമാർ 2 ലക്ഷം 3 ലക്ഷം ശമ്പളം മുടിച്ച് അവരെ വീട്ടിൽ കെട്ടി വെച്ചിട്ടാകുമ്പോൾ 1 മാസം ശമ്പളം കൊടുക്കാൻ പറ്റാത്ത മന്ത്രിമാരാണ് ഉള്ളത്. പെൻഷൻ കൊടുക്കാൻ കഴിയുന്നില്ല. ഞങ്ങൾക്ക് ഈ മാസം ശമ്പളം വേണ്ട. അല്ല ഒരു MLA അല്ല മന്ത്രി ഈ പറഞ്ഞതിനൊന്നും നമ്മുടെ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് ഒന്നുമില്ല കേട്ടോ. കാര്യം തന്നെ പറഞ്ഞത് കേൾക്കണം. ലോക്കൽ കമ്മിറ്റി തന്നെ കേൾക്കണത്. അപ്പുറം ഇപ്പുറം വെടിപൊട്ടുമ്പോഴല്ലോ നമ്മൾ നെഞ്ഞിടിക്കുന്നില്ല. രാജൻ പറഞ്ഞ കറ്റന്നെ ഒന്ന് പരിശോധിക്കണം. പാർട്ടി മെമ്പർമാർക്കും പരിശോധിക്കണം. പാർട്ടി മെമ്പർമാർ വോട്ട് ചെയ്തില്ലെന്ന് അത് നോക്കണം. അനവധി വോട്ടെന്നെ കൊണ്ട് തന്നെ ഇത്തിരി വോട്ട് കിട്ടിയെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ അടക്കമില്ല പാർട്ടി മെമ്പർമാർ. ഇത് പിന്നെ കലക്ടർ മതിയല്ലേ എടുത്ത നേതാക്കന്മാർ. കലക്ടർ ഒന്ന് പറയാൻ കഴിയുമോ? മുണ്ടുവോ? എന്തായിപ്പോ? എല്ലാവർക്കും ഒരു ഇത് വേണം. ബംഗാൾ ഈനാട്ടായി. ബംഗാൾ ഈനെക്കാട്ടി നല്ല രീതിയിൽ പോകുന്നുണ്ട്. അതിനെക്കാട്ടും കടയായി പോയി ഇവിടെ കേരളത്തിൽ ഭരിക്കുന്ന പാർട്ടികളും. ഒരു ഇത് കഴിഞ്ഞതിനെക്കാട്ടിയും രാജമോഹൻ ഉണ്ണിത്താൻ നോക്കണോ? എന്താ ആരോഗ്യമാരും നിങ്ങൾക്ക് പ്രശ്നമില്ല. ഇത് വോട്ട് ചെയ്തവർക്ക് ആ വിഷമം ഉണ്ടാവും. തോറ്റ് നാറിറ്റി മെമ്പർഷിപ്പും വേണ്ട, ഒന്നും വേണ്ട. നമുക്കൊന്നും നമ്മ കൊടുത്തിന് വലിയ കാര്യമില്ല. പക്ഷേ നമ്മ കൊടുത്തിന് വലിയ കാര്യമില്ല. ഇതെല്ലാം ഭയങ്കര തന്നെ. അമ്മയുടെ വോട്ട് വേറെ പുറത്തില്ല ആളെ കൊണ്ട് ജയിക്കണം. ഞാനടക്കം പോയി ചെയ്തതാണ്. ആ വിഷമം നമുക്ക് അലോണ്ട്. എനിക്ക് പാർട്ടി മെമ്പർഷിപ്പ് വേണ്ട, ഒന്നും വേണ്ട. ഞാൻ അനുവായിട്ട് നിന്നോളാം. നമുക്ക് ഉത്തരം പറയാനൊന്നും കയ്യായി. ഞാനിടും മെമ്പർഷിപ്പ് ഇറക്കം ഞാൻ ഇതാക്കുന്നു. ഞാൻ നേരത്തെ ശേഷമോ ഞങ്ങൾക്ക് വേണ്ട. അഞ്ഞിന്ന് ഉത്തരം പറയണം. കലക്ടർമാർ നിന്നിട്ട് നേതാക്കന്മാർ നിന്നിട്ട് കാര്യമില്ല. ഇവിടെ അയലോട്ടൊക്കെ ആ സ്ഥാനാർത്ഥിനെ കൊണ്ടുവന്ന് ആരെങ്കിലും കൊണ്ടുവന്നിനാ? 2 പ്രാവശ്യം. കഴിഞ്ഞ പ്രാവശ്യം പിന്നെ ഇയാള് സതീചന്ദ്രൻ കാരപ്പുഴ ഒരു വീട്ടിൽ പോയി കൂടി. ഈ പ്രാവശ്യം സമയമില്ല, വരാൻ സമയമില്ലാന്ന്. അയാളെ നിർത്തിക്കുമ്പോഴേ ഒരു അഭിപ്രായം ഉണ്ടായി. നല്ല സ്ഥാനത്തേനെ നല്ലതല്ലാന്ന്. അല്ല അയാളെ പറ്റി പറഞ്ഞല്ല. എന്താ വെച്ചാൽ മൊത്തത്തിൽ പോയല്ലോ. ഇത് ഗ്രൂപ്പിൽ തന്നെ പറഞ്ഞത്. കേൾക്കണം അത്രയും സങ്കടം എനിക്ക്. സങ്കടം പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണെന്നുള്ളത്. ഇവർ കേൾക്കണം. ഞാനേ പറഞ്ഞു. ഞാൻ രാജനയിൽ പറയുന്നു. ഇപ്പോൾ